ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ കാർത്തിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ആദ്യം കാണിക്കുന്നത് പ്രകാശം വരുന്നുണ്ട്. എല്ലാം മോളെന്താ എന്നെ വിളിപ്പിച്ചെന്ന് പറഞ്ഞത്? ആ അച്ഛാ, ഒരു കാര്യമുണ്ട്. പറഞ്ഞോളൂ മോളെ. അതെ, നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന വർക്ക് നമുക്ക് തുടങ്ങണ്ടേ? തുടങ്ങണം മോളെ. അതിനാ മോളോട് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്കറിയാവുന്ന കുറേ വർക്കാരുണ്ട്, അതുപോലെ കുറേ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വേണമെങ്കിൽ അവരെ ഏർപ്പാടാക്കി തരാം. ഏർപ്പാടാക്കണം വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്തി വെച്ചിരിക്കുന്ന വർക്കൊക്കെ വീണ്ടും തുടങ്ങണം എന്ന് പറയാണ്. അത് പ്രകാശനും അച്ഛനും അതുപോലെ തന്നെ വിക്രം കൂടി ചെയ്യണം കേട്ടോ. അല്ല, വിക്രം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനെന്തോ പുറത്തുവരെ പോയതാ. എന്തായാലും അവനെ കൊണ്ട് ആ പണിയൊക്കെ നോക്കി നടത്തി ചെയ്യിപ്പിക്കണം. എന്തായാലും അവനെ ഞാനൊരു നല്ലൊരു ജോലി MD കസേരയിൽ ഇരുത്താൻ വേണ്ടി തീരുമാനിച്ചു. മോള് പറഞ്ഞത് സത്യമാണോ? പിന്നല്ലാതെ ഞാനൊരു പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അച്ഛാ. അത് നല്ലൊരു തീരുമാനമാണ് മോളെ. അച്ഛൻ്റെ മോളുണ്ടല്ലോ, അച്ഛനെ തള്ളിക്കളഞ്ഞ മോള് കല്യാണി. കിരണിന്റെ കണ്ണം കഴിച്ച ശേഷം അവൾക്ക് അഹങ്കാരം കൂടിയല്ലോ. അച്ഛൻ്റെ മൂത്ത മോളും അങ്ങനെ തന്നെ അവരുടെ കമ്പനിയാണ് വർക്ക് ചെയ്യണത്. അവരുടെ കമ്പനിയുടെ പേര് RS കൺസ്ട്രക്ഷൻ. ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ നമ്മുടെ കമ്പനിയുടെ പേര് KC കൺസ്ട്രക്ഷൻ, അതായത് കാർത്തിക കൺസ്ട്രക്ഷൻ കമ്പനി, KC കമ്പനി. എങ്ങനെയുണ്ട് വെച്ചാന്ന് ചോദിക്കുമ്പോഴേക്കും കൊള്ളാം മോളെ, നല്ല പേരാന്ന് പറയാണ്. ആ കമ്പനി തുടങ്ങിക്കുന്നതല്ലേ, അതിന്റെ തലപ്പത്തിരുത്താൻ പോണത് ആരാന്നറിയാവോ? MD കസേരയിൽ ഇരിക്കാൻ പോണത് ആരാന്നറിയാവോ? വിക്രവ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവൻ നല്ല തലയെടുപ്പുള്ള ആൺകുട്ടിയാണ് എന്ന് പറയുന്നത്. അത് മോള് പറഞ്ഞ വളരെ ശരിയാണ് എന്ന് പറഞ്ഞ മോളെ. അങ്ങനത്തെ ഒരു സ്ഥാനം അവനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവൻ നന്നായിട്ട് വർക്ക് ചെയ്യും മോളെ. അവന് 10 പൈസ പോലും ശമ്പളം കൊടുക്കണ്ട, ഞങ്ങൾ നന്നായിട്ട് പണിയെടുക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ ശമ്പളവും തരാൻ പോണില്ല. അതെ, ലാഭവിഹിതത്തിന്റെ 50-50%. 50-50%? അത്രയൊക്കെ വേണം മോളെ. വേണം. ഒരു 5 കോടിയാണ് ലാഭവിഹിതം കിട്ടണമെങ്കിൽ 2.5 കോടി വിക്രത്തിന്, 2.5 കോടി എനിക്കും. അയ്യോ, അത്രയൊക്കെ വേണോ മോളെ? പിന്നെ വേണ്ടേ? വിക്രം എന്ന് പറഞ്ഞത് എൻ്റെ അനിയൻ്റെ സ്ഥാനമല്ലേ? അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ, അപ്പൊ വിക്രം എൻ്റെ അനിയനാണ്. മോള്, ഞാൻ എപ്പോഴും ആലോചിക്കും, ആരും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സഹായിക്കണത് എന്തിനെയാണെന്നൊക്കെ. അതിപ്പോഴും അച്ഛൻ അറിയില്ലേ എന്ന് കാർത്തിക ചോദിക്കുകയാണ്. ഇല്ല, അറിയില്ല. ഇതേ അച്ഛനെ തരണതേ ഞാൻ സ്ത്രീധനമായിട്ടോ. സ്ത്രീധനമായിട്ടോ? സോറി, പുരുഷധനം. അതെന്താ മോളെ പുരുഷധനം? അതെ, സ്വപ്നങ്ങളിൽ ഒരാള് നെയ്ത് കൂട്ടുന്നുണ്ട് വീട്ടില് എന്ന് പറയാണ്. അപ്പൊ തന്നെ പ്രകാശം മുഖം ഒന്ന് ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ മുഖം താഴ്ത്തുവാട്ടോ. അത് പറഞ്ഞപ്പോ എന്താ അച്ഛനൊരു നാണം പോലെ എന്ന് പറയാണ്. ഒന്നുമില്ല മോളെ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പൊന്നും പണവും ഇട്ട് മൂടാം, പക്ഷേ എൻ്റെ അമ്മേനെ വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് പറയാണ്. മോളെ, ജീവിതത്തിൽ ഒരാളെ ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടില്ല. എല്ലാ വേദനകളും എനിക്കല്ലേ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും മോളെയോ മോളുടെ അമ്മേനെയോ വേദനിപ്പിക്കില്ല. കാരണം അത്ര ഒരു കഷ്ടപ്പാട് സമയത്താ മാലാഖിനെ പോലെ മോൾ എന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള മോളെയും അമ്മേനെ ഞങ്ങൾ വേദനിപ്പിക്കില്ല മോളെ എന്ന് പറയുവാണ്. എങ്കിലേ കമ്പനി തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കമ്പനി കെട്ടിപ്പൊക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ കഷ്ടപ്പാടുള്ള ജോലിയല്ലേ വെച്ചാൽ. അത് മോള് പറഞ്ഞ ശരിയാ. ഞാൻ ഒരു കമ്പനി നോക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്പനിയുടെ ഓണറൊക്കെ ജർമ്മനിയില്ല. അവർ ഈ കമ്പനി വിൽക്കാൻ പോവാ. പിന്നെ ആ കമ്പനി കുറച്ച് നഷ്ടത്തിലാണ്. ആ കമ്പനി ലേലത്തിൽ വെക്കാൻ പോവാ. നമുക്ക് ആ കമ്പനി പിടിച്ചെടുക്കണം വെച്ചാൽ. അത് കൊള്ളാം മോളെ, നമുക്ക് ആ കമ്പനി പിടിച്ചെടുക്കാം. ആ കമ്പനി പിടിച്ചെടുക്കിയിട്ട് അവിടെ വിക്രത്തിന് MD ആയിട്ട് വെക്കണം. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അത് മാത്രമല്ല വെച്ചാൽ, ഞാൻ അച്ഛനോടൊരു കാര്യം പറയാൻ വരുമായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളുണ്ട്, നന്നായിട്ട് പഠിച്ച് നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചുപോയി, കുട്ടികളൊന്നുമില്ല. ആ പെൺകുട്ടിയെ നമുക്ക് വിക്രത്തിന് വേണ്ടി ആലോചിച്ചാലോ? അത് കൊള്ളാലോ മോളെ. ഞാൻ ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരോട് ഞാൻ കാര്യം ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കല്യാണം നടത്താ അച്ഛാ എന്ന് പറയാണ്. അച്ഛൻ്റെയും അതുപോലെ തന്നെ വിക്രത്തിന്റെ കല്യാണം ഒരുമിച്ച് നടത്തണം എന്ന് കാർത്തിക പറയുമ്പോഴേക്കും പ്രകാശിന്റെ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്ന് തുടുക്കുക കേട്ടോ. അതിനുശേഷം പ്രകാശം പറയണ്ടേ, എന്തായാലും ഞാൻ അമ്പലം വരെ പോകാം മോളെ. അല്ല, നാളെന്താ എന്റെയോ? അല്ല, മോളുടെ അല്ല. പിന്നെ ആരുടെ നാളെ അച്ഛൻ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മയുടെ നാളെ. ഓ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ നാളല്ലേ? പെൺകുട്ടിയോ? പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആൺകുട്ടീനെയാണോ? പെൺകുട്ടീനെ അല്ലേ? അതെ, ലക്ഷ്മിയുടെ നാളെന്താന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ നാള് ഉത്രട്ടാതി, അച്ഛൻ്റെ നാളോ? എൻ്റെ നാള് ഒരു ആണിൻ്റെ നാളാ, വിശാഖം എന്ന് പറയുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, വിശാഖം ഉത്രട്ടാതി രണ്ടും ചേരില്ല, വെറുതെ അല്ല ചേരാത്തത്. ഞാനൊരു കാര്യം ചെയ്യാൻ മോളെ, അമ്മയുടെ പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാം എന്ന് പറയണം. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാൻ മോളെ, ശരിയെന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുക കേട്ടോ.
അങ്ങനെ അഹങ്കാരത്തോടു കൂടി തന്നെ പ്രകാശൻ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ പൂജാരി പറയണ്ട, ആഹാ പ്രകാശൻ ഇപ്പൊ അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങിയ എന്താ, എനിക്ക് അമ്പലത്തിൽ വന്ന കൊള്ളില്ലേ എന്ന് ചോദിക്കുവാണ്. അല്ല, തനിക്ക് ഇവിടെ എത്ര സാലറി കിട്ടും, ജീവിച്ചു പോകാൻ പോകുന്ന അത്രയും സാലറി കിട്ടും സർ. അപ്പൊ ആ പ്രകാശ് എന്ന് പറയാണ്, ഓ അത്രയും കിട്ടുള്ളൂ അല്ലേ, എടോ ഞാനൊരു അമ്പലം തുടങ്ങാൻ പോവാ, അതില് മെയിൻ പൂജാരി ഞാൻ തന്നെയാക്കാം എന്ന് പറയുമ്പോഴേക്കും എന്റെ പ്രകാശൻ അങ്ങനെ പറഞ്ഞു പോകുവാണ്. പൂജാരി മനസ്സിലാക്കണം, അമ്പലം തുടങ്ങാൻ പോകുന്നു, അഹങ്കാരി, ഇവന് ഈ നിലയിലെത്തിച്ച ആളെയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ, ആ പെൺകുട്ടി പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ തന്നോട് സംസാരിക്കണതും എന്ന് ആ പൂജാരി മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മെയിൻ പൂജാരി വരുന്നുണ്ട്. അല്ല, പ്രകാശൻ അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയോ, എന്താ എനിക്ക് അമ്പലത്തിൽ വന്നാൽ കൊള്ളില്ലേ, അതെ ഞാനേ ഒരു അമ്പലം തുടങ്ങിയാലും വരെ ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും അയാൾ ഇങ്ങനെ പുച്ഛത്തോടു കൂടി തന്നെ പ്രകാശനെ നോക്കുവാട്ടോ. എന്താ നോക്കണേ, ഒന്നുമില്ല എന്ന് പറയാണ്. അതെ ഞാനിക്ക് ഇപ്പൊ ഐശ്വര്യം കുമിഞ്ഞു കൂടി ഇരിക്കുവാണ്, അപ്പോ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താന്ന് വിചാരിച്ചു, അതുകൊണ്ട് അമ്പലത്തിൽ വന്നത്. ആ പ്രകാശിന് എന്തായാലും അമ്പലത്തിൽ നിന്ന് നന്നായി കേട്ടോ, ഇവിടെ പ്രകാശിന് ഇപ്പൊ ഐശ്വര്യങ്ങളൊക്കെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കണല്ലേ, അപ്പൊ ഐശ്വര്യത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്തൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. ചടങ്ങോ, എന്ത് ചടങ്ങ്, അതെ ഇവിടെ 2-3 പെൺകുട്ടികൾ വരും, ആ പെൺകുട്ടികളെ കാല് കഴുകി അതിന് ചന്ദനവും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിലേ ഐശ്വര്യം കുമിഞ്ഞു കൂടും, ഇപ്പോഴുള്ള ഐശ്വര്യത്തിന് മാറ്റുകൂടും. എന്ത്, പ്രകാശ പെണ്ണുങ്ങളുടെ കാല് കഴുകാനോ, ഒരിക്കലും ഇല്ല, ഇത് ആണുങ്ങളുടെ കാലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കഴുകിയാനെ, പെണ്ണുങ്ങളുടെ കാല് കഴുകാൻ ഒരിക്കലും പ്രകാശനം കിട്ടില്ല, പെണ്ണുങ്ങളുടെ കാല് കഴുകണം പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദീപ് വരുന്നുണ്ട് കേട്ടോ. ദീപിനെ കാണും, ദീപ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രകാശ് പറഞ്ഞിട്ട്, അതെ എനിക്ക് 2 പുഷ്പാഞ്ജലി കഴിക്കണം, ഒന്ന് വിക്രം ത്തിന്റെ പേരിലും ഒന്ന് ലക്ഷ്മിയുടെ പേരിലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടുകൊണ്ട് നമ്മുടെ ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദീപനെ കണ്ട പ്രകാശം പറഞ്ഞു, ഓ എവിടെ പോയാലും ഇതിന്റെ മുഖമാണല്ലോ കാണുന്നത് എന്ന് പറയാണ്. ആരാ ഈ ലക്ഷ്മി, ഓ വിക്രമത്തിന് വേണ്ടി കണ്ടുവെച്ചാണ്, വല്ല പെൺകുട്ടി ആയിരിക്കുമല്ലേ, അത് നീ എന്തിനാ അറിയണത് എന്ന് പ്രകാശം പറയാണ്. അതിനുശേഷം പൂജാരിക്ക് പറയണ്ട, പൂജാരി ഞാൻ ഭയങ്കര ബിസിയാണ്, പുഷ്പാഞ്ജലി ചെയ്തിട്ട് പെട്ടെന്താ എന്ന് പറയാണ്. ഇപ്പൊ ഇംഗ്ലീഷൊക്കെയാണ് വായിൽ വരുന്നത് എന്നൊക്കെ പറയുന്നുട്ടോ പ്രകാശൻ. അതിനുശേഷം പ്രകാശൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാരി മനസ്സിലിങ്ങനെ അത് അവർ നേരത്തെ നടന്ന സംഭവം ഇങ്ങനെ വിചാരിക്കുകയാണ്. അതായത് ഇന്നലെ തന്നെ കാർത്തിക പൂജാരിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പൂജാരി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പ്രകാശം വരും എന്ന് പറയുമ്പോൾ പൂജാരി പറഞ്ഞിട്ട്, അയാൾ ഭയങ്കര ദുഷ്ടനാ മോളെ, കണ്ണി ചോരില്ലാത്തവനാ, പെൺകുട്ടി അയാൾക്കൊരു പെൺകുട്ടിനെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് മോൾക്ക് അറിയാവോ എന്ന് പറയുമ്പോൾ കാർത്തിക പൂജാരി പറയുന്നുണ്ട്, ആ പെൺകുട്ടിനെ മാത്രമല്ല ഒരുപാട് പേരെ അയാൾ ഇതുപോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പൂജാരി പറഞ്ഞുതരാം, അയാൾ നാളെ വരുമ്പോൾ ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം, അയാൾക്കൊരു തിരിച്ചടി നമുക്ക് കൊടുക്കണ്ടേ. മോള് പറഞ്ഞു അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഭഗവതി ഞങ്ങൾ നിങ്ങളുടെ മോളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നാളെ പെൺകുട്ടിയുടെ വരുമ്പോൾ അയാളെ കൊണ്ട് അവരുടെ കാല് കഴിപ്പിക്കണം, അതൊരു ചടങ്ങാന്ന് പറഞ്ഞു, അത്രമാത്രം ചെയ്താൽ മതി, അത് ഞങ്ങൾ ചെയ്തോലാ മോളെ എന്ന് പൂജാരി പറയുന്നുട്ടോ. അപ്പൊ ആ ഒരു ഭാഗം പൂജാരി ആലോചിക്കുകയാണ്. അതിനുശേഷം ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പ്രകാശിന് കൊടുക്കുകയാണ്. പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോണ സമയത്ത് കാർത്തിക ഫോണിലേക്ക് വിളിക്കുകയാണ്. കാർത്തിക മോളാണല്ലോ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണ്ട്. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ, അതെ അച്ഛൻ അമ്പലത്തിലാണോ, അതെ അമ്പലത്തിലാണ്, ദേ ഇറങ്ങി അച്ഛ, ഇന്ന് അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, പെൺകുട്ടികളെ കാല് കഴിക്കാൻ ഐശ്വര്യം കുമിഞ്ഞു കൂടുന്ന പറഞ്ഞത്, ഇത് ഞങ്ങളുടെ തമിഴ്നാട്ടിലെ അമ്പലത്തിലേക്കുള്ള ഒരു ആചാരമാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അച്ഛൻ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കാൻ പോവാണല്ലോ, അച്ഛൻ ഐശ്വര്യം കുമിഞ്ഞു കൂടണം, അതിനുവേണ്ടി അച്ഛൻ ആ പെൺകുട്ടികളെ കാല് കഴുകണം എന്ന് പറയാണ്. അതിനെന്താ മോള് പറഞ്ഞ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പെൺകുട്ടികളെ കാല് കഴുകാൻ വേണ്ടി തയ്യാറാവുന്ന പ്രകാശനെ കാണിച്ചിട്ടാണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.